ചിരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ നേരിടാന്ന് കേട്ടണ്ട. അതാണ് നിങ്ങളിപ്പോൾ കണ്ട. ഞാൻ ഉറങ്ങാൻ കിടക്കണവരോട് കുഴപ്പമുണ്ടാവില്ലേ. ഉറങ്ങിയിട്ടിപ്പോൾ എൻ്റെ ബാഗ് പാക്കാണ്. ഞാനപ്പോൾ അവിടെ ചോദിച്ചോ പറയാം, നമ്മളെ 3 റൂമിൽ നിന്ന് പുറത്താക്കിയെന്ന്. പെട്ടെന്ന് അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് പേടിക്കില്ല. അതുപോലെ ഞാനും ഒന്ന് പേടിച്ചു. പക്ഷേ നമ്മുടെ പോലെ മിഡിൽ ക്ലാസ് പയ്യന്മാർക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ എവിടെ കൊണ്ടിട്ടാലും ജീവിക്കും. നാട് വിട്ട് പുറത്ത് പോയി ജീവിക്കണവർ ഈ ഒരു അവസ്ഥയോടെ എന്തായാലും കടന്നു പോയിണ്ടാവും. നമ്മുടെ സന്തോഷങ്ങൾ മാത്രം നമ്മളെ പ്രിയപ്പെട്ടവരോട് പറയുള്ളൂ. ഉണ്ടാക്കിയ ഫുഡ് വരെ പാത്രത്തിലിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ ആരോടും പറയില്ല. അപ്പോഴേക്ക് പണിക്ക് പോയ അനീഷേട്ടൻ വന്നുട്ടാ. പിന്നെ കാര്യങ്ങളൊക്കെ ചടപടയാന്നായിരുന്നു. അപ്പം തന്നെ പരിപാടിയുടെ ട്രാക്ക് മാറി. അങ്ങനെ പറ്റണ പോലെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് റൂമെല്ലാം അടിച്ച് വൃത്തിയാക്കി സെറ്റാക്കി കൊടുത്തുട്ടാ. ഇനി എനിക്ക് പറയാനുള്ളത്, നാട്ടിൽ നിന്ന് അബ്രോഡ് വരാൻ കാത്തിരിക്കുന്ന എൻ്റെ കൂട്ടുകാരോടാണ് കേട്ടാ. ഇങ്ങോട്ട് വരുമ്പോൾ ആകാശം ഇടിഞ്ഞ് വീണാലും അതിനെ ഞങ്ങൾ ഫേസ് ചെയ്യുന്നുള്ള മൈൻഡ് സെറ്റിൽ പോരാട്ടാ. സ്റ്റോറിയിലും സ്റ്റാറ്റസിലും റീലിലും കാണുന്ന പോലെയല്ല ഇവിടെ പലരെയും ജീവിതം. എന്നാൽ ശരി, ഞങ്ങൾ അടുത്ത പരിപാടി പിടിക്കട്ടെ. പോളണ്ടിലത്തെ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ.